കളങ്കാവൽ മൂവിയുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായും കാണാം. ഒരുപാട് നെഗറ്റീവ്സ് ആണ് ഈ മൂവിയെക്കുറിച്ച് പല ആളുകളും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂവി കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുമായി പങ്കുവെക്കാം. ചില റിവ്യൂസ് വളരെ ഹൈപ്പ് കൊടുത്തുകൊണ്ടുള്ള റിവ്യൂസ് ആണ്. അത്രയ്ക്കും ഹൈപ്പോട് കൂടിയുള്ള റിവ്യൂ എല്ലാം കേട്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ മൂവി കാണാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിരാശയായി തോന്നിയേക്കാം. ഒരുപാട് ഹൈപ്പൊന്നും നൽകാതെ ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു തരാം. മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം മമ്മൂക്കയും വിനായകനും മനോഹരമായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. വിനായകന്റെ വേഷം മമ്മൂക്കയോട് ചെയ്യാൻ പറഞ്ഞിട്ടും ഈ നെഗറ്റീവ് റോൾ മമ്മൂക്ക ചോദിച്ചു വാങ്ങിയതായിരുന്നു. മമ്മൂക്കയുടെ ഹീറോ മൂവീസ് ആണല്ലോ നമ്മൾ എപ്പോഴും കാണാറുള്ളത്. ഇതുപോലെ നെഗറ്റീവ് ആൻഡ് വില്ലൻ വേഷത്തിൽ മമ്മൂക്ക പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് ഈ മൂവിയിലൊരു പുതുമയായി തോന്നിയേക്കാം. മൂവി വൺ ടൈം വാച്ച് ആണെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്നാലും നമ്മളെ മൂവി ഒട്ടും ബോറടിപ്പിക്കാതെ നന്നായി തന്നെയാണ് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. സ്റ്റാൻലിദാസ് എന്ന പെണ്ണുപിടിയനായിട്ടാണ് മമ്മൂക്ക ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. 20ഓളം പെണ്ണുങ്ങളെ യൂസ് ചെയ്ത് അവരെ കൊല ചെയ്യുന്ന ഒരു സൈക്കോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആയിട്ടുള്ള നെഗറ്റീവ് റോളാണ് മമ്മൂക്കയുടേത്. ഈ മൂവി കണ്ടുകഴിഞ്ഞാൽ വിനായകനോട് നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും. അത്രയ്ക്കും നന്നായിട്ടാണ് പുള്ളിക്കാരന്റെ റോള് ചെയ്തിരിക്കുന്നത്. പ്രതിയെ ഇപ്പം പിടിക്കും എന്നുള്ള നിലയിലാണ് മൂവി മുന്നോട്ട് പോകുന്നത്. മൂവിയിൽ 1-2 സീനുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൽ ഒന്ന് വിനായകനും മമ്മൂക്കയും തമ്മിൽ ആദ്യമായി കാണുന്ന ഒരു സീനുണ്ട്. അതൊരു പൊള്ളി ഇൻട്രോയായിരുന്നു. ആ സീന് കണ്ടപ്പോൾ തിയേറ്ററിലുള്ള എല്ലാവരും ഒന്നടക്കം കൈയടിക്കുകയായിരുന്നു. ഒരുപാട് സസ്പെൻസ് എലമെന്റ് ഒന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല. കാരണം പ്രതി മമ്മൂക്കയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്ന ഒന്നാണ്. പക്ഷെ ഈ മൂവി മുന്നോട്ട് പോകുന്നത് പ്രതിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ്. ക്ലൈമാക്സ് മാത്രം കുറച്ചും കൂടി നന്നാക്കാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. കുറച്ചും കൂടിയൊക്കെ ഒരു മൃഗീയമായ ക്ലൈമാക്സ് ആയിരുന്നു ഈ മൂവിക്ക് അർഹിക്കുന്നത്. എന്നാലും ആ ക്ലൈമാക്സിന് പൊളി തന്നെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി. മൊത്തത്തിൽ ഈ മൂവിക്ക് ഞാനൊരു 10 മാർക്കിൽ ഒരു 8 ഞാൻ കൊടുക്കും. ഈ പ്രായത്തിൽ മമ്മൂക്ക ചെയ്യുന്ന മൂവി, പിന്നെ ഇതുപോലെയുള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നു. ഇതെല്ലാം ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഒരുപാട് ആളുകൾ എക്സ്ട്രീം ആയിട്ടുള്ള നെഗറ്റീവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും മോശമൊരു പടമൊന്നുമല്ല. ഒരു വൺ ടൈം നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഇതിൽ മമ്മൂക്കയുടെ ഒരു ദേഷ്യം പിടിച്ച് മമ്മൂക്ക ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്. സിഗരറ്റ് ചവച്ച് തുപ്പുന്ന ഒരു സീന്. സത്യം പറയാമല്ലോ, ശരിക്കും അവിടെ മമ്മൂക്കയെ അല്ല നമുക്ക് കാണാൻ പറ്റുക. ഒരു കൊടൂരമായ ഒരു വില്ലനെയായിട്ടാണ് നമുക്ക് മമ്മൂക്കയെ തോന്നുക. മമ്മൂക്കയെ പോലൊരു വ്യക്തി ഇത്രയ്ക്കും നെഗറ്റീവായിട്ടുള്ളൊരു കഥാപാത്രം ചോദിച്ചു വാങ്ങി ആക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം ഇപ്പോഴുള്ള എല്ലാ ആക്ടേഴ്സും ഇങ്ങനെയുള്ള റോളുകൾ ഏറ്റെടുക്കുവാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ സ്ഥിതിക്ക് മമ്മൂക്ക ഇത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഹീറോയായിട്ടും വില്ലനായിട്ടും പുള്ളിക്കാരന് അഴിഞ്ഞാടാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു നല്ലൊരു മൂവി തന്നെയാണിത്. മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന പല കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു വില്ലൻ വേഷത്തിൽ വരുന്ന ഒരു മൂവി, ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഒരുപാട് ഹൈപ്പുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവുകളൊന്നുമില്ലാതെ നിങ്ങൾ ഈ മൂവി കാണാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടും. എനിവേ, എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായി പറയുക. നിങ്ങൾക്ക് ഇതുപോലെ പുതിയ മൂവീസ് അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.